പ്രിയപ്പെട്ട കുട്ടികളെ, നമ്മുടെ സാമൂഹ്യശാസ്ത്രത്തിലെ ഭൂപടവുമായി ബന്ധപ്പെട്ട 4 മാർക്കിന് വരുന്ന ചോദ്യത്തിൽ മുഴുവൻ മാർക്കും ലഭിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് ഞാൻ ഈ വീഡിയോ നിങ്ങൾക്ക് അയച്ചു തരുന്നത്. അതിലാദ്യം 1 മാർക്കിന് ഉറപ്പായിട്ടും ചോദിക്കുന്ന തുറമുഖങ്ങളെ നമ്മൾ ആദ്യം പരിചയപ്പെടുത്തുന്നത്. ആദ്യം കണ്ടില തുറമുഖം നമുക്കിവിടെ വരയ്ക്കാം. പിന്നീട് ഇവിടെ അടയാളപ്പെടുത്താവുന്ന പോർബന്ദർ തുറമുഖം അടയാളപ്പെടുത്താം. അതിനുശേഷം മുംബൈ തുറമുഖവും തൊട്ടടുത്തായിട്ട് തന്നെ നവശേവ തുറമുഖവും നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. പിന്നീട് ഈ ഭാഗത്തിന് ഏകദേശം ഒരു മധ്യഭാഗത്തായിട്ട് നമുക്ക് മർമ്മഗോവയെ നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. ഈ ഭാഗത്തായിട്ട് മർമ്മഗോവ അടയാളപ്പെടുത്താം. പിന്നീട് കേരളത്തിന് തൊട്ട് മേലെയായിട്ട് കേരളത്തിൻ്റെ ബോർഡറിനോട് ചേർന്ന് നമുക്ക് മംഗലാപുരവും അടയാളപ്പെടുത്താം. പിന്നീട് 3 ഞാൻ പറയുന്നത് കേരളത്തിൽ കൊച്ചി, കോഴിക്കോട് അല്ലെങ്കിൽ ബേപ്പൂർ നിങ്ങൾ മുമ്പേ പഠിപ്പിച്ചിട്ടുണ്ടാവും. പക്ഷേ വിഴിഞ്ഞം കൂടി ഇപ്പോൾ നമുക്ക് പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ അത് പരാമർശിക്കുന്നുണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് വിഴിഞ്ഞം തുറമുഖം നമുക്ക് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്താം. അതിന് തൊട്ട് മേലായിട്ട് കൊച്ചി നമുക്ക് അടയാളപ്പെടുത്താം. അതിന് മുകളിലായിട്ട് കോഴിക്കോട് നമുക്ക് അടയാളപ്പെടുത്താവുന്നതാണ്. ഇത്രയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള തുറമുഖങ്ങൾ. ഇനി നമ്മൾ കിഴക്ക് ഭാഗത്തുള്ള തുറമുഖങ്ങളിൽ നമുക്ക് ആദ്യം ഇവിടെ തൂത്തുക്കുടി അടയാളപ്പെടുത്താം. അതിനുശേഷം നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ട് ചെന്നൈ അടയാളപ്പെടുത്താം. അതിന് തൊട്ട് മേലായിട്ട് തന്നെ എന്നോർ അടയാളപ്പെടുത്താം. പിന്നീട് കഴിഞ്ഞ മോഡൽ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള വിശാഖപട്ടണം നമുക്ക് ഇവിടെ അടയാളപ്പെടുത്താം. അതിനുശേഷം പരാദീപ് എന്ന് പറയുന്നത് നമുക്ക് ഈ ഒരു ഭാഗത്ത് അടയാളപ്പെടുത്താം. പിന്നീട് ഹാൽഡിയ എന്ന് പറയുന്നത് ഈ ഒരു ടേണിംഗ് ചെയ്യുന്ന ഭാഗത്തും ഈ ഷാർപ്പായിട്ട് നിൽക്കുന്ന ഭാഗത്ത് നമുക്ക് കൊൽക്കത്തയും അടയാളപ്പെടുത്താവുന്നതാണ്. ഇതിൽ ഏതെങ്കിലും ഒന്ന് ഉറപ്പായിട്ടും നമുക്ക് തുറമുഖങ്ങൾ ചോദിക്കാവുന്നതാണ്. അത് നമുക്ക് 1 മാർക്ക് നമുക്ക് വാങ്ങിക്കാവുന്നതുമാണ്. ഇനി നമ്മൾ പരിചയപ്പെടുന്നത് ഒരു നദി ഉറപ്പായിട്ടുണ്ടാകും. അപ്പോൾ 2 തരത്തിലുണ്ട്. ഹിമാലയൻ നദികളുണ്ട്, ഉപദ്വീപീയ നദികളുണ്ട്. അതിൽ ഉപദ്വീപീയ നദികളാണ് ഏറ്റവും കൂടുതൽ സാധ്യത ഉള്ളത്. അതിൽ 4 ഉപദ്വീപീയ നദികൾ കിഴക്ക് ബംഗാൾ ഉൾക്കടലും 2 ഉപദ്വീപീയ നദികൾ പടിഞ്ഞാറ് അറബിക്കടലിലുമാണ് ചെന്ന് ചേരുന്നത്. അപ്പോൾ അതിലാദ്യം നമ്മൾക്ക് ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്ന 4 നദികൾ പറയാം. അതിൽ ആദ്യത്തായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത് മഹാനദിയാണ് അടയാളപ്പെടുത്തുന്നത്. മഹാനദി ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് തുടക്കം കുറിച്ചിട്ട് ഇതിലൂടെ കടന്നിട്ട് നേരെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. മറ്റൊന്ന് ഗോദാവരിയാണ് രണ്ടാമതായിട്ട് നമ്മൾ പറയുന്നത്. ഗോദാവരി ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്ന് ആരംഭിച്ച് നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തിലൂടെ നേരെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. മൂന്നാമതായിട്ട് കൃഷ്ണ നദിയാണ്. ഈ കൃഷ്ണ നദി നമുക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തു നിന്ന് തന്നെ ഉത്ഭവിച്ച് നേരെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. പിന്നീട് 4മതായിട്ട് നമ്മൾ പറയുന്നത് കാവേരി നദിയാണ്. ഈ കാവേരി നദി ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിച്ച് നമ്മൾ നേരെ കടന്നിട്ട് ഇതിലൂടെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നത്. കാവേരി നദിയും ഈ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുന്നു. ഈ 4 നദികളും ബംഗാൾ ഉൾക്കടലിൽ. ഇനി 2 നദികൾ അറബിക്കടലിൽ ചെന്ന് ചേരുന്നുണ്ട്. അതിൽ ഒന്ന് നർമ്മദയും ഒന്ന് താപ്തിയുമാണ്. ഈ നർമ്മദ നദി ഏകദേശം നമ്മളുടെ ഈ ഒരു മധ്യഭാഗത്തു നിന്ന് ആരംഭിച്ച് നേരെ കടന്നു വന്ന് നമ്മൾ ഈ ഒരു കടലിടുക്ക് ഭാഗത്തേക്കാണ് പ്രവേശിക്കുന്നത്. നേരെ പടിഞ്ഞാറുള്ള അറബിക്കടലിൽ ചെന്ന് ചേരുന്നു. താപ്തി നദിയും ഏകദേശം അതിനോട് സമാനമായിക്കൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു ഭാഗത്തെ കൂടി തന്നെ കടന്ന് ഈ ഒരു ഭാഗത്തേക്ക് എൻ്റർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ 2 നദികളും അറബിക്കടലിലേക്കാണ് ചെന്ന് പതിക്കുന്നതെന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുക. അപ്പോൾ 6 നദികൾ നമ്മളിവിടെ പഠിച്ചു. ഇതിൽ 6 നദികളിൽ ഒന്നാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. ഇനി നമുക്ക് പരിചയപ്പെടുന്നത് നമ്മൾ പർവ്വതനിരകളാണ്. ഈ പർവ്വതനിരകളിൽ ഉപദ്വീപീയ പീഠഭൂമി ഭാഗത്ത് 5 പർവ്വതനിരകളും പിന്നെ കിഴക്കൻ മലനിരകൾ അത് നമ്മൾ ഉത്തരപർവ്വത മേഖലയുമായി ബന്ധപ്പെട്ടതാണെങ്കിലും അതിലെ 4 പർവ്വതനിരകളോ അല്ലെങ്കിൽ ഇതിൽ 5 ഇതാണ് ഏറ്റവും കൂടുതൽ സാധ്യതയുള്ളത്. അതുകൊണ്ട് ആദ്യം നമ്മൾ ഇതാണ് പരിചയപ്പെടുത്തുന്നത്. ആദ്യം നമ്മൾ കഴിഞ്ഞ പരീക്ഷയ്ക്ക് വന്നിട്ടുള്ള ആരവല്ലി പർവ്വതനിരകൾ നമുക്കറിയാം അല്ലേ. ആരവല്ലി പർവ്വതനിരകൾ നമ്മൾ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ടാണ് അടയാളപ്പെടുത്തിയിട്ടുണ്ടാവുക, ആരവല്ലി പർവ്വതനിരകൾ. അതിനുശേഷം പിന്നീട് വിന്ധ്യ, സത്പുര ഈ 2 നന്നായിട്ട് മനസ്സിലാക്കി വെക്കുക. വിന്ധ്യയും സത്പുരയും ഈ 2 പർവ്വതനിരകളും ഒന്ന് ആരവല്ലി, വിന്ധ്യ, സത്പുര. ഇത് ഞാൻ നിങ്ങൾക്കൊരു ഷോർട്ട് ഫോം പറഞ്ഞു. AVS നമ്മുടെ ആയുർവേദശാല അല്ലേ, കോട്ടക്കൽ ആയുർവേദശാല. അപ്പോൾ AVS അതേപോലെ ആരവല്ലി, വിന്ധ്യ, സത്പുര എന്ന രൂപത്തിൽ നിങ്ങൾക്ക് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് അതിൽ വരുന്ന ഈ ഉപദ്വീപീയ പർവ്വതനിരകളിൽ വരുന്നത് 2 ഒന്ന് പശ്ചിമഘട്ടമാണ്. നമുക്ക് എളുപ്പമാണ്. നമ്മളുടെ ഈ ഒരു
ഭാഗത്ത്, നമ്മുടെ പശ്ചിമ ഭാഗത്ത് ഏകദേശം ഔട്ടർ ലൈനിനോട് ചേർന്ന് നിങ്ങൾ വരയ്ക്കുക. ഔട്ടർ ലൈനിൽ ചേർന്ന് തുടർച്ചയായിട്ട് വരക്കണം. അതിന് പറയാനുള്ള കാരണം ഇത് വീതി കുറഞ്ഞ ഭാഗമാണ് ഇവിടെ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ അത് പശ്ചിമഘട്ടമാണ്. ഇനി കിഴക്കൻ ഭാഗത്ത് നമുക്ക് പൂർവ്വഘട്ടവും വരക്കാവുന്നതാണ്. പൂർവ്വഘട്ടം വരക്കുമ്പോൾ ഈ ഒരു ഭാഗത്ത് നിന്ന് തുടക്കം വരയ്ക്കുക. പക്ഷേ തുടർച്ച നഷ്ടപ്പെടുന്ന രൂപത്തിൽ വരയ്ക്കുക. ഇവിടെ നിങ്ങൾക്കൊരു റാ ആകൃതിയിൽ നിങ്ങൾക്ക് വരക്കാവുന്നതാണ്. ഇങ്ങനെ ഒരു നമ്മളുടെ ബംഗാളിൻ്റെ സുന്ദർബൻ ഡെൽറ്റ പ്രദേശം എന്നൊക്കെ പറഞ്ഞാൽ അതുവരെ നിങ്ങൾക്ക് വരച്ചു കഴിഞ്ഞാൽ നമ്മളുടെ പിന്നെ പർവ്വതനിരകൾ, ഉപദ്വീപീയ പർവ്വതനിരകളായി 1 ആരവല്ലി, 2 വിന്ധ്യ, 3 സത്പുര, 4 പശ്ചിമഘട്ടം, 5 പൂർവ്വഘട്ടം. പിന്നീട് ഉത്തരപർവ്വത മേഖലയിലെ 4 അതിൽ 4 കിഴക്കൻ മലനിരകളിൽ പറയുന്ന 4 പറയുന്നത്. അതിൽ ആദ്യം നമുക്ക് ഈ ഒരു ഭാഗത്ത് പാത്കായ്ബും, പിന്നെ അതിന് തൊട്ട് താഴെയായിട്ട് നാഗാ കുന്നുകൾ, താഴെ മിസോ കുന്നുകൾ, പിന്നെ ഖാസി കാരോ ജയന്തിയ കുന്നുകൾ. ഇത് 4 നമ്മളുടെ കിഴക്കൻ മലനിരകളിൽ വന്നത്. അപ്പോൾ 1 പാത്കായ്ബും, നാഗ, മിസോ, ഖാസി കാരോ ജയന്തിയ കുന്നുകൾ അല്ലേ. ഇവിടെ നമ്മൾ ഇപ്പോൾ ഒരു PNM പനാമ എന്നൊക്കെ ഷോർട്ട് ഫോമിൽ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തന്നില്ല. പനാമ എന്നൊക്കെ ഓർത്ത് വെക്കാൻ. പാത്കായ്ബും ആദ്യം മുകൾ ഭാഗത്ത്, രണ്ടാമതായിട്ട് നാഗാ കുന്നുകൾ, മൂന്നാമതായിട്ട് മിസോ കുന്നുകൾ, നാലാമതായിട്ട് ഖാസി കാരോ ജയന്തിയ കുന്നുകൾ. അപ്പോൾ ഇതിൽ നിന്നൊന്നും ചോദിക്കാനാണ് പിന്നീട് ഏറ്റവും കൂടുതൽ സാധ്യത. അപ്പോൾ ഇതോടുകൂടി നമുക്ക് ഏകദേശം 3 മാർക്കിനുള്ളത് നമുക്ക് കിട്ടിയെന്ന് വേണമെങ്കിൽ നമുക്ക് പറയാൻ പറ്റുന്നതാണ്. ഓക്കെ, ഇനി 4ാമതായിട്ടുള്ള വരാൻ സാധ്യത ഏറ്റവും കൂടുതലുള്ളത് നമ്മളുടെ പീഠഭൂമികളാണ്. നമ്മളെ പീഠഭൂമി പ്രദേശങ്ങൾ ഏതൊക്കെയാണെന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ പീഠഭൂമികളിൽ 5 പീഠഭൂമികൾ: മാൾവ, ചോട്ടാനാഗ്പൂർ, ഡെക്കാൻ, കച്ച്, കത്തിയവാർ. അതിൽ നമ്മൾ ഏകദേശം മാൾവ പീഠഭൂമി വരികയാണെങ്കിൽ മാൾവ പീഠഭൂമി നിങ്ങൾക്ക് ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് മാൾവ പീഠഭൂമി അടയാളപ്പെടുത്താവുന്നത്. ഇങ്ങനെ അടയാളപ്പെടുത്തുക. ചോട്ടാനാഗ്പൂർ പീഠഭൂമി ആണെങ്കിൽ അതിൽ ഏകദേശം ഈ ഒരു ഭാഗത്തായിട്ട് നിങ്ങൾക്ക് ചോട്ടാനാഗ്പൂർ പീഠഭൂമിയും അടയാളപ്പെടുത്താവുന്നതാണ്. പിന്നീട് ഈ ബാക്കി കാണുന്ന ഈ ഒരു ത്രികോണ ഭാഗം അല്ലേ, ഈ ഒരു ത്രികോണ ഭാഗത്ത് നിങ്ങൾക്ക് ഡെക്കാൻ പീഠഭൂമിയും അടയാളപ്പെടുത്താവുന്നതാണ്. ഇത് 3 ഏറ്റവും പ്രധാനമായിട്ട് വരുന്നത്. പിന്നെ കച്ച്, അത് നിങ്ങൾക്ക് എളുപ്പമാണ്. ഇത് ഈ ഒരു ഭാഗത്ത് കച്ച് പീഠഭൂമി അടയാളപ്പെടുത്താം, ഈ ഒരു ഭാഗത്ത് കത്തിയവാർ പീഠഭൂമിയും അടയാളപ്പെടുത്താവുന്നത്. ഇത്രയാണ് നമുക്ക് പീഠഭൂമികളായിട്ട് നമുക്ക് രേഖപ്പെടുത്തുന്നത്. ഇതോടുകൂടി ഏകദേശം നമ്മൾ സാധാരണ രീതിയിൽ വരുന്ന 4 മാർക്കിനുള്ള ചോദ്യങ്ങളും അതിനുള്ള ഉത്തരങ്ങളുമായി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ ഇത്രയും നിർബന്ധമായിട്ടും പഠിക്കുക. ഇനി നമ്മൾ പറയാവുന്നത്, ഇനി ഒരു പക്ഷേ ചോദിച്ചേക്കാമെന്ന് തോന്നുന്ന ചില ഭൂപടങ്ങളാണ്. അതിൽ നദികളുണ്ട്, പിന്നെ പ്രധാനമായിട്ടുള്ള ഒന്ന് തീരസമതലങ്ങളുണ്ട്, മറ്റൊന്ന് ഉത്തരപർവ്വത മേഖലയിലെ പർവ്വതങ്ങളാണ്. അത് നമുക്ക് പരിചയപ്പെടാം. തീരസമതലങ്ങളിൽ നമ്മൾ 2 ഒന്ന് പടിഞ്ഞാറൻ തീരസമുദ്രവും മറ്റൊന്ന് കിഴക്കൻ തീരസമുദ്രമാണുള്ളത്. അത് പടിഞ്ഞാറൻ തീരസമുദ്രം 3ആയി തരംതിരിക്കുന്നുണ്ടെങ്കിലും അങ്ങനെ ചോദ്യം വരാറില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നിച്ച് രേഖപ്പെടുത്തുന്നത്. ഈ ഒരു ഭാഗത്താണ് നമ്മളെ പടിഞ്ഞാറൻ തീരസമുദ്രം. ഈ ഔട്ടർ ലൈനോട് ചേർത്ത് നിങ്ങൾ വരച്ചു വെക്കുക. ഇതാണ് പടിഞ്ഞാറൻ തീരസമുദ്രമായിട്ട് നിങ്ങൾ അടുത്ത് അടയാളപ്പെടുത്തേണ്ടത്. പിന്നീട് കിഴക്കൻ തീരസമുദ്രമായിട്ട് നിങ്ങൾ ഈ ഒരു കിഴക്കുള്ള ഭാഗത്തെയും ഇങ്ങനെ ഈ ഒരു ഭാഗത്തെ കിഴക്കൻ തീരസമുദ്രമായിട്ടും അടയാളപ്പെടുത്തുക. ഇത് ഭാഗത്ത് പടിഞ്ഞാറൻ തീരസമുദ്രം, ഇവിടെ വരെ കന്യാകുമാരി വരെ വരെയാണ് അവസാനിക്കുന്നത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് കിഴക്കൻ തീരസമുദ്രം. ഈ 2 തീരസമതലങ്ങളുമാണ് നമ്മൾക്ക് എന്ത് ചെയ്യാനുള്ളത് പിന്നീട് അടയാളപ്പെടുത്തുക. ഇത് പിന്നെ ഒരു പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ ഞാനിപ്പോൾ പറയുന്നത്. ഇനി നമുക്ക് അത്ര ഇമ്പോർട്ടൻ്റ് അല്ലാത്ത എന്നാൽ നമ്മൾ മാപ്പിൽ പഠിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. ഇനി നമ്മൾ പറയുന്ന ഉത്തരപർവ്വത മേഖലയിലെ നമ്മൾ ട്രാൻസ് ഹിമാലയത്തിലെ 3 കാരക്കോറം, ലഡാക്ക്, സസ്കർ. ഈ കാരക്കോറം എന്നുള്ളത് ഏകദേശം നിങ്ങൾ ഈ ഒരു ഭാഗത്തായിട്ട് അടയാളപ്പെടുത്തുക. അതിന് തൊട്ട് താഴെയായിട്ട് ലഡാക്ക്, ഇവിടെ സസ്കർ. ഇത് 3 ട്രാൻസ് ഹിമാലയത്തിലാണ്. അതാണ് ഇവിടെ നിങ്ങൾ അടയാളപ്പെടുത്തേണ്ടത്. പിന്നെ 3 വരുന്നത് ഹിമാലയ പർവ്വതത്തിലെ ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. അത് സാധാരണ രീതിയിൽ നമുക്കൊക്കെ കുട്ടികൾക്കൊക്കെ കൺഫ്യൂഷൻ ഉണ്ടാകുന്നത് ഇന്ത്യയുടെ നമ്മൾ ഔട്ടർ ലൈനിലൂടെ പോകുന്നതായിട്ടാണ് നമ്മൾ ഭൂപടത്തിലൊക്കെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഏകദേശം ഇന്ത്യയുടെ ഒരു ബോർഡർ ലൈനിന് സമാനമായിട്ട് വരയ്ക്കുക. അത് നിങ്ങൾ ഏകദേശം ആദ്യം നമ്മൾ പറയുന്നത് ഇതിലെ ഹിമാലയ പർവ്വതനിര ഹിമാദ്രിയാണ്. ഹിമാദ്രി ഏകദേശം ഈ ഒരു ഭാഗത്തുനിന്ന്
തുടങ്ങി വെച്ച് ഇതിലൂടെ കടന്നിട്ട് നേരെ ഇന്ത്യയിലെ ഈ ഒരു ഭാഗത്തേക്ക് കടന്നു പോകുന്നതായിട്ടാണ്. പിന്നീട് വരുന്നത് ഹിമാചലാണ്. ഹിമാചലും ഏകദേശം ഇതിലൂടെ കടന്ന് ഈ ഒരു രൂപത്തിൽ ഹിമാചൽ പോകുന്നു. മൂന്നാമതായിട്ടുള്ള സിവാലിക്ക് വരക്കുമ്പോൾ ഏകദേശം ഇന്ത്യയിൽ തന്നെ ആയിട്ട് വരക്കാം. ബോർഡർ ലൈനോട് ചേർന്നിട്ട് നമ്മൾ തുടർച്ച നഷ്ടപ്പെടുന്നുണ്ട്. ഇങ്ങനെ തുടർച്ചയായിട്ട് ഒരിക്കലും നമുക്ക് വരക്കേണ്ടതില്ല. അങ്ങനെ സിവാലിക്ക് നമുക്ക് ഇടവിട്ട് വരക്കാവുന്നതാണ്. ഈ 6 പർവ്വത നിരകളാണ് നമ്മൾ ഉത്തരപർവ്വത മേഖലയിൽ നിന്ന് ചോദിക്കേണ്ടത്. പക്ഷേ സാധ്യത വളരെ കുറവാണെന്നാണ്. ഇനി നമ്മൾ നദികളെ കുറിച്ചും പറഞ്ഞിരുന്നു. ഹിമാലയ നദികൾ 3 ഹിമാലയ നദികളുണ്ട്. ആ 3 ഹിമാലയ നദികൾ ഏതെന്ന് കൂടി നമ്മൾ ഇപ്പോൾ പരിചയപ്പെടുക. അതിനും സാധ്യത കുറവാണെന്നുള്ള പറയുന്നത് മറ്റുള്ളതിനെ അപേക്ഷിച്ച്. ഇനി ഹിമാലയൻ നദികളിൽ ഒന്ന് സിന്ധു നദിയാണ്. സിന്ധു നദി നമുക്കറിയാം ഇവിടുന്ന് ഏകദേശം ഉത്ഭവിച്ച് നേരെ കാശ്മീരിലൂടെ കടന്നിട്ട് നേരെ പാകിസ്ഥാനിലൂടെ പോവുകയാണ് ചെയ്യുന്നത്. അത്ര വരെ നമുക്ക് വരച്ചാൽ മതി. ഇന്ത്യയുടെ ഭാഗമായിട്ട് നമ്മൾ വരക്കുകയാണെങ്കിൽ അത്ര വരച്ചാൽ മതി. പിന്നീട് രണ്ടാമതായിട്ടുള്ളത് ഗംഗാ നദിയാണ്. ഗംഗാ നദിയിലൂടെ പ്രവേശിച്ച് നേരെ ഇതിലൂടെ കടന്നിട്ട് നേരെ നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ഇങ്ങനെ ഒരു ബംഗ്ലാദേശിനെ സമീപത്തൂടെ നേരെ ബംഗാൾ ഉൾക്കടൽ ചെന്ന് ചേരുന്നതായിട്ട് നമുക്ക് വരക്കാവുന്നതാണ്. മറ്റൊന്നുള്ളത് ബ്രഹ്മപുത്ര നദിയാണ്. ഈ ബ്രഹ്മപുത്ര നദി നമ്മളുടെ കൂടുതൽ ഇപ്പോൾ ചെമ്മൈത്തും തടാകത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന നമുക്ക് പറഞ്ഞിട്ടുണ്ട്. പക്ഷേ അത് ഏകദേശം ഈ ഒരു ഭാഗത്ത് നിന്ന് ഉത്ഭവിക്കുന്നത് നമുക്ക് ഇവിടെ നിന്ന് അടയാളപ്പെടുത്തണമെന്നില്ല. നമ്മൾ വരുമ്പോൾ നമ്മുടെ ഭാഗത്ത് നോക്കുമ്പോൾ ഇവിടെ ഇന്ത്യയിൽ ഈ ഒരു ഭാഗത്ത് ഇന്ത്യയിലൂടെ പ്രവേശിച്ച് നേരെ കടന്നു വന്ന് ഇന്ത്യയിലെ കിഴക്കൻ സംസ്ഥാനങ്ങളോട് കടന്നിട്ട് ബംഗ്ലാദേശിലൂടെ നേരെ ബംഗാൾ ഉൾക്കടലിൽ ചെന്ന് ചേരുകയാണ് ചെയ്യുന്നതെന്നാണ്. അപ്പോൾ ഇതും സാധ്യത കുറവാണ്. പക്ഷെ അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്നുള്ള നിലക്കാണ് നമ്മളിത് പറഞ്ഞിട്ടുള്ളത്. ഇനി നമുക്ക് അതും കൂടാതെ മറ്റൊന്നും മാപ്പിലുള്ളത്, പക്ഷെ അതൊരിക്കലും സാധ്യത ഇല്ല എങ്കിലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, നമുക്ക് ചില സമതല പ്രദേശങ്ങളുണ്ട് അല്ലേ. സമതല പ്രദേശങ്ങൾ നമ്മൾ പഠിച്ചിരുന്നു. ആ സമതല പ്രദേശങ്ങൾ ഓരോ നദികളാണ് ഈ സമതലങ്ങൾ ഉണ്ടാക്കിയതെന്ന് പറയപ്പെടുന്നുണ്ട്. അപ്പോൾ അതുകൂടി ജസ്റ്റ് ഇവിടെ നിന്ന് റിമൈൻഡ് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ. നമ്മൾ ഏകദേശം നമ്മൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. ഈ ഒരു ഭാഗത്ത് മരുസ്ഥലി, ബാഗോർ എന്നീ സമതലങ്ങൾ ഉണ്ടായി എന്നുള്ളത് മനസ്സിലാക്കുക. പിന്നീട് ഈ ഒരു ഭാഗത്താണ് നമ്മളുടെ പഞ്ചാബ്, ഹരിയാന സമതലുള്ളത്. ഈ ഒരു ഭാഗത്ത് നമ്മൾ പറയുന്നത് നമ്മളുടെ ഗംഗാ സമതലവും, ഈ ഒരു ഭാഗത്ത് നമുക്ക് ബ്രഹ്മപുത്ര സമതലവും കാണാവുന്നതാണെന്നുള്ളതാണ്. അതായത് ഈ കാണുന്നത് ഇത് പഞ്ചാബ്, മരുസ്ഥലി, ബാഗോർ സമതലം, ഇത് പഞ്ചാബ്, ഹരിയാന സമതലം, ഇത് ഈ ഒരു ഭാഗത്ത് ഗംഗാ സമതലവും, ഈ ഒരു ഭാഗത്ത് ബ്രഹ്മപുത്ര സമതലവും. ഇത്രയാണ് നമുക്ക് സമതലങ്ങളായിട്ടുള്ളതെന്നാണ്. ഇത് ഒരു പക്ഷേ ചോദിച്ചേക്കാം എന്നുള്ള നിലക്ക് പറയുന്നുള്ള ഒരു സാധ്യതയും നമ്മൾ കാണുന്നില്ല എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആദ്യത്തിലെ ഇത്രയും എന്നുള്ളതല്ല, ഇപ്പോൾ പറഞ്ഞ ഉത്തരപർവ്വത മേഖലയിലെ പർവ്വതങ്ങളും അതുപോലെ നമ്മളെ ഉത്തരപർവ്വത മേഖലയിലെ ഹിമാലയൻ നദികളും ഈ സമതലങ്ങളും അത്ര ഇമ്പോർട്ടൻ്റ് അല്ല. ബാക്കി കാര്യങ്ങൾ പഠിച്ചു കഴിഞ്ഞാലും 4 മാർക്ക് കിട്ടാം. ഇനി ഇൻ കേസ് ഇത് ചോദിച്ചെങ്കിൽ മാത്രം എന്നുള്ളതാണ് ഇത് പറഞ്ഞത്. അപ്പോൾ ഇത് നന്നായിട്ട് പഠിച്ചിട്ട് നിങ്ങൾ പരീക്ഷയ്ക്ക് തയ്യാറാവുക.